ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ജീരുള്ളി, കറിവേപ്പില, മീഡിയം സൈസ് 2 തക്കാളി, ചീനാപ്പറങ്കി മുളക്, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി 4-5 അല്ലി. ഇവയാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ കുറച്ച് ഉലുവ, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ജീരകം, കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വീതം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ രുചികരമായ രീതിയിൽ എങ്ങനെ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. അതൊന്ന് ചൂടായ ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജീരകം, കുരുമുളക് എന്നിവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരുന്ന പരുവത്തിലാകും. ആ ഒരു ടൈം വരെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചൂടായ സാധനങ്ങൾ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ജീരുള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, കുരുമുളക് എന്നിവയെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. പാനിലോട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഉള്ളി അരച്ചത് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇളക്കി എടുക്കണം. അരവിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റിപ്പോകുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. തക്കാളി അരച്ചപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു വെള്ളം തന്നെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി വരണം. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളകും പച്ചമുളകും ആഡ് ചെയ്തതുകൊണ്ട് തന്നെ എരിവ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ചിക്കൻ മസാലയിലും ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. പൊടികളുടെ ആ പച്ച കുത്തെല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാളയോ വേറെ എന്തും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. എന്നും നമ്മൾ ഒരേ ടേസ്റ്റ് തന്നെ പരീക്ഷിക്കാതെ ഇടയ്ക്ക് വേറെ ഉള്ള രീതിയിലൊക്കെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് മടുപ്പ് അനുഭവപ്പെടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കാവുന്നത്. തക്കാളി അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഞാൻ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്ന പിച്ചി എടുത്തിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരെ ഇതിലേക്ക് പച്ചവെള്ളം, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിനാൽ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലൊന്നും അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലിൻ്റെ അംശം എടുത്തിട്ടില്ല. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ഞാനിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യാനുസരണം വെള്ളം കുറുകുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി സോസാണ് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇത് ഈ ഒരു തിക്ക് പരുവത്തിലാകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ആവശ്യാനുസരണം നമുക്കിതിൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് ഉപയോഗിക്കുകയല്ല, ആവശ്യാനുസരണം നമുക്ക് കുറുക്കിയെടുക്കാം. വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വെള്ളം കൂടുതലായിട്ടും എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുത്ത് നമുക്ക് ഈ ഒരു സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ റെസിപ്പി കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷം ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.